ഹലോ എവരിവൺ. അപ്പോൾ അങ്ങനെ നമ്മൾ CMA ഇൻ്റർമീഡിയറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായി CMA 15 മന്ത്സ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ട്സും നമുക്കിവിടെ ക്ലാരിഫൈ ചെയ്യാം. ഒരുപാട് കുട്ടികൾ പല ഡൗട്ട്സുകളായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ 15 മന്ത്സ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ച്. ഈ 15 മാസത്തെ ട്രെയിനിങ് നമ്മൾ ആരുടെ കീഴിലാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യാൻ പറ്റുക, ഏത് സമയമാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഫോംസ് ആണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ട്രെയിനിങ് ഫോംസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ ഫോംസ് ആണ്, ഏത് ടൈം ലൈനിനുള്ളിൽ, ഏതാണ് നമ്മളുടെ ഡെഡ് ലൈൻ ഈ ഫോംസൊക്കെ അപ്ലോഡ് ചെയ്യാൻ അഥവാ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ ഏതൊക്കെയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായിട്ട് എപ്പോഴാണ് നമുക്ക് ഈ CMA 15 മന്ത്സ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഈ 15 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് CMA ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് അന്ന് മുതൽ ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാലേ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. പക്ഷേ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പിൻ്റെയും കോച്ചിങ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് പോകാറ്. ആക്ച്വലി CMA ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ എടുത്ത അന്ന് മുതൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി എപ്പോഴത്തേക്കാണ് നമ്മൾ ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? CMAയുടെ ഫൈനൽ എക്സാമിൻ്റെ ബോത്ത് ഗ്രൂപ്പും കംപ്ലീറ്റ് ആയി അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഈ 15 മന്ത്സ് പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതായത് നിങ്ങൾ CMA ഫൈനലിൻ്റെ ഒരു ഗ്രൂപ്പ് മാത്രമാണ് എഴുതുന്നത്, അതായത് 3rd ഗ്രൂപ്പ് മാത്രമാണ് അല്ലെങ്കിൽ 4th ഗ്രൂപ്പ് മാത്രമാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ്, അതായത് 3rd ഗ്രൂപ്പും 4th ഗ്രൂപ്പും കൂടെ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ 15 മന്ത്സ് പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, എപ്പോഴേക്കാണ് കംപ്ലീറ്റ് ആവേണ്ടത്? നമ്മളുടെ ഫൈനലിലെ ബോത്ത് ഗ്രൂപ്പിൻ്റെയും റിസൾട്ട് വരുമ്പോഴേക്കും നമ്മൾ 15 മന്ത്സ് പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് ഫോംസ് ഏതൊക്കെയാണ്, ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഫോംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഫോം T1 എന്ന് പറയുന്നത്, ഫോം T1 എന്ന് പറയുന്നത് നമ്മളൊരു CMA കാരൻ്റെ അല്ലെങ്കിൽ ഒരു CMA ഫേമിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോമാണ് T1. ബാക്കിയുള്ള ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അത് T4 ആണ്. ഓക്കെ, അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യേണ്ട ഫോമാണ് T4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, T1 ആയാലും T4 ആയാലും കോസ്റ്റ് അക്കൗണ്ടൻ്റ് കീഴിൽ ജോലി ചെയ്യുകയാണെങ്കിൽ T1 അല്ലെങ്കിൽ T4. ഓക്കെ, ദെൻ നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ആകുമ്പോൾ ചെയ്യുന്നതാണ് T5 എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ട്രെയിനിങ് ചെയ്യേണ്ടതില്ല, അതിന് ചെറിയൊരു എക്സംഷൻ ഉണ്ട്. എപ്പോഴാണ്? നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓൾറെഡി 15 മന്ത്സ് ട്രെയിനിങ് ചെയ്ത ഒരാളാണ്, ഓൾറെഡി വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് ഇവിടെ നമ്മളുടെ ട്രെയിനിങ്ങിൽ നിന്നും എക്സംഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഫോം T3 ആണ്. എക്സംഷൻ ലഭിക്കാൻ നിങ്ങൾ ഫയൽ ചെയ്യേണ്ട ഫോം എന്ന് പറയുന്നത് T3 ആണ്. കൂടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ വയ്ക്കേണ്ടി വരും. ഇനി ഒരു കോമൺ ചോദ്യമാണ്, എവിടെയാണ് സാറേ നമുക്ക് ഈ ഒരു CMA പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റുക? എല്ലായിടത്തും ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു CA കാരൻ്റെ കീഴിൽ ചെയ്യാൻ പറ്റുമോ? CMA കാരൻ്റെ കീഴിലാണോ ചെയ്യേണ്ടത്, അതോ ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെയ്താൽ മതിയോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവിടെയൊക്കെയാണ് നമുക്ക് ഈ 15 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ T5 നമ്മളെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയമുണ്ടോ? യെസ്, ദർ ഈസ് എ ടൈം. അതായത് നിങ്ങൾ ഫൈനലിലെ ബോത്ത് ഗ്രൂപ്പ് ജൂണിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ, അത് ബോത്ത് ഗ്രൂപ്പായിട്ടാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, ജൂണിൽ നിങ്ങൾ നെക്സ്റ്റ് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ദാറ്റ് മീൻസ് നിങ്ങളുടെ ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾ ജൂണിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29 മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന T5 10 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ ജൂൺ അറ്റംപ്റ്റിലെ എക്സാം എഴുതി എപ്പോഴാണ് റിസൾട്ട് വരിക? ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് റിസൾട്ട് വരിക. ഓഗസ്റ്റിൽ റിസൾട്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ 15 മന്ത്സ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്.
ആ ഡീറ്റെയിൽസ് നിങ്ങൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങൾ ഡിസംബർ അറ്റംപ്റ്റിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? ഓഗസ്റ്റ് 31 നിങ്ങൾ എന്ത് ചെയ്യണം? 10 months കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് T5 അപ്ലോഡ് ചെയ്യുക, എക്സാം എഴുതുക. ദെൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് 15 months കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റുഡൻസിൻ്റെ മറ്റൊരു പ്രധാന സംശയമാണ്, നമ്മളൊരു CMAക്കാരൻ്റെ കീഴിൽ തന്നെ ജോലി ചെയ്യണോ, അതോ നമുക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റുമോ, അതോ CAക്കാരൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടുകളൊക്കെ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അടുത്തതായി എവിടെയൊക്കെയാണ് നമുക്ക് ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റുക, അതിനെന്തൊക്കെ ക്രൈറ്റീരിയ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാം. ഒന്നുകിൽ ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ കീഴിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാം. ഇനി ചിലരുടെ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, CAക്കാരൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റുമോ? യെസ്, നമുക്കൊരു CAക്കാരൻ്റെ അണ്ടറിലും ജോലി ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ CAയുടെ ഓഫീസിൽ പോകുമ്പോൾ അവിടെ സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഡിവിഷൻ ഉണ്ടോ എന്ന് ചോദിക്കണം. അതായത് ടോപ്പ് മാനേജ്മെൻറ്റിനൊക്കെ നമുക്ക് കോസ്റ്റ് എങ്ങനെ കുറയ്ക്കുക, പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റിനെ അറിയിക്കുന്ന സെപ്പറേറ്റ് ഒരു വിഭാഗം, അതായത് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അങ്ങനെ സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ CAക്കാരൻ്റെ അണ്ടറിൽ നമ്മൾ ആ സെപ്പറേറ്റ് ഡിവിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ജോലി ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു CA ഓഫീസിലാണ് പോകുന്നതെങ്കിൽ അവിടെ എടുത്ത് ചോദിക്കുക, ഇവിടെ സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഡിവിഷൻ ഉണ്ടോ എങ്കിൽ എനിക്ക് അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് അതിനുള്ള ക്രെഡിറ്റ് തരുള്ളൂ, എങ്കിൽ മാത്രമേ എനിക്കത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ള വിഷയം പറയുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ കീഴിൽ കൺസൾട്ടൻസിയിലല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിനി ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ടേൺ ഓവർ ഒന്നും നോക്കാതെ, അതായത് വിറ്റുവരവ് ഒന്നും നോക്കാതെ നമുക്ക് വേണമെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സെമി ഗവൺമെൻറ് യൂട്ടിലിറ്റിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇറസ്പെക്റ്റീവ് ഓഫ് ടേൺ ഓവർ നമുക്ക് അവിടെ എന്ത് ചെയ്യാവുന്നതാണ്? വർക്ക് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് വാലിഡ് ഫോർ അവർ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ടേൺ ഓവർ ഒന്നും നോക്കാതെ ബാങ്കിൽ വർക്ക് ചെയ്യാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യാം, PSUവിൽ വർക്ക് ചെയ്യാം, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ വർക്ക് ചെയ്യാം. ഇനി മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാം. ഈ കാണുന്ന ഈ ലിസ്റ്റിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വർക്ക് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ടീച്ചിങ് എക്സ്പീരിയൻസ് വാലിഡ് ആണോ എന്ന് ചോദിക്കും. ടീച്ചിങ് എക്സ്പീരിയൻസും വാലിഡ് ആണ്. ഓക്കെ, നമ്മൾ ടാക്സേഷൻ, അക്കൗണ്ട്സ്, കോസ്റ്റിംഗ് പോലുള്ള സബ്ജക്റ്റുകൾ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനുള്ള നമുക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ ഇറ്റ് ഈസ് ആൾസോ വാലിഡ് ഫോർ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വർക്ക് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ കോർപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ NGOയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാം. NGO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കുക, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനൊക്കെ തന്നെ അവിടെ നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നു ഒക്കെ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ അക്കൗണ്ട്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൾസോ വാലിഡ് ഫോർ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, സെമി ഗവൺമെൻറ് യൂട്ടിലിറ്റീസ്, ബാങ്ക്, ഇൻഷുറൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് സൊസൈറ്റി, NGO, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലൊന്നും നമുക്ക് ടേൺ ഓവർ ക്രൈറ്റീരിയ ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വർക്ക് ചെയ്യാവുന്നതാണ്. അത് ഒരു വാലിഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ടേൺ ഓവർ ക്രൈറ്റീരിയ അപ്ലിക്കബിൾ ആണ് ഏതിൽ? ഇപ്പം നമ്മൾ പറഞ്ഞതല്ലാത്ത ബാക്കി എല്ലാ സെക്ടർ ഓഫ് ബിസിനസ്സിലും നമ്മൾ അവിടെ ടേൺ ഓവർ ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങളൊരു സർവീസ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 25 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവർ ഉള്ള സ്ഥാപനത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അത് വെറുതെ 25 ലക്ഷത്തിന് മുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, നമ്മളോട് ബാലൻസ് ഷീറ്റ്, ലാസ്റ്റ് ഇയർ ഫിനാൻഷ്യൽസ് ബാലൻസ് ഷീറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും. അതുകൊണ്ട് തന്നെ ആ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് എൻഷുർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. അപ്പോൾ സർവീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 25 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതാണ്. ഗുഡ്സ് വിൽക്കുന്ന ആളുകളാണെങ്കിൽ 50 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവറുള്ള, അതായത് സെയിൽസ് ഉള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്?
വർക്ക് ചെയ്യേണ്ടതാണ്. ലാഭമല്ല, ടേൺ ഓവർ ആണ് കേട്ടോ. നമ്മൾ ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യണം, നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ വർക്കിൽ ഈ സബ്ജക്റ്റുകളുടെ ഗുണം എന്താണ്, ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നൊക്കെ പഠിക്കുന്നത് ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലൂടെയാണ്. ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് നല്ലൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നല്ലൊരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഫൈനലിലും നമുക്ക് സബ്ജക്റ്റുകളൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് പ്രാക്ടിക്കലി കണക്ട് ചെയ്ത് പഠിക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ഇടുക. ഓക്കെ.